അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വുളുവെടുക്കുമ്പോൾ മോനെ, നിന്റെ കൈ കൊണ്ട് ചെയ്ത പാപം, നിന്റെ നാവ് കൊണ്ട് പറഞ്ഞ പാപം, നിന്റെ കണ്ണുകൊണ്ട് കണ്ട പാപം, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ നീ കഴുകുമ്പോഴും ആ വെള്ളത്തുള്ളിക്കകത്ത്, വെള്ളത്തിന്റെ തുള്ളിക്കകത്ത് നിന്റെ പാപം അല്ലാഹു കഴുകിക്കളയുകയാ. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. ഒരു ഒന്നുമതിയടാ സ്വർഗത്തിൽ പോകാ. ഹജറുൽ അസ്വദ് മുത്തിയവനെ പോലെ നിന്റെ പാപം മുഴുവനും കഴുകിക്കളയാൻ ഒരു ഒന്നുവ് മതി, ഒരു ഒന്നുവ് മതി. പക്ഷേ അത് ഒന്നുവാകണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങൾ ഒന്നുവെടുക്കുമ്പോ സൂക്ഷ്മത പുലർത്ത്. പെങ്ങളെ, മോളെ, അലസത കാണിക്കല്ലേ, അലസത കാണിക്കല്ലേ. ചിലര് പിന്നെ ഒന്നുവെടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാ ഒരു ടാങ്ക് വെള്ളമൊന്നും പറ്റൂല അവർക്ക് ഒന്നുവെടുക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളിൽ അധികം പേർക്കും ഒരു ടാങ്ക് അല്ല, ഒരു ബക്കറ്റ്, 2 ബക്കറ്റ് വെള്ളം കൊടുത്താലും ചിലത് ഒന്നുവെടുത്ത് അത് വേറെ അസുഖം, അത് വസ്വാസിൽ ഖന്നാസ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. പെണ്ണമ്പള്ളയുടെ വസ്വാസ് കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ, പടച്ചവനെ, പട്ടി പരിസരത്തൂടെ പോയാൽ തന്നെ പോയി. ചിലതങ്ങനെ ഏതെങ്കിലും പറമ്പിൽ കൂടെ ഒരു നായി പോയാലും പറ്റത്തില്ല. അങ്ങനെ അതൊരു അസുഖമാ. നീ എന്ത് ചെയ്യണം? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഓദിക്കോ. അല്ലാഹു വസ്വാസിൽ നിന്ന് നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അത് വന്നാലേ അല്ല ഉണ്ടോന്ന് വരെ നീ ചിന്തിക്കും. ശൈത്താൻ അങ്ങനെ തുടക്കം. ബാത്റൂമിൽ കയറിയ ഒരുപാട് നേരെ ഇരിക്കുന്നവർക്കായി അസുഖം വരുന്നത്. ചിലത് ബാത്റൂമിനകത്ത് കയറി ഇരുന്ന് പാത്രം വഹിക്കുന്ന ചങ്ങായിമാരുണ്ട്. ബാത്റൂമിൽ കയറുമ്പോഴും മൊബൈലും കൊണ്ടുപോകുന്നവന്മാരുണ്ട്. ഒരു കുടുംബകലഹത്തിന്റെ വിഷയം മസ്രികത്തിൽ ഇരിക്കുമ്പോ ഭാര്യ പറയാ, എന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലായാൽ മതിയായിരുന്നു ഉസ്താദ്. എന്തേ പെങ്ങളെ, കക്കൂസി പോകുമ്പോഴും ഇതും കൊണ്ടാ ഉസ്താദെ പോകുന്നേ. സുബ്ഹാനല്ലാഹ്. എടോ, ബാത്റൂമിനകത്ത് കയറിയിട്ട് അധികം നേരം ഇരിക്കരുത്. അത് ശൈത്താന്റെ വീടാ. ബാത്റൂമിനകത്താ ശൈത്താൻ ഇരിക്കുന്നത്. അവിടെ കയറിയിരുന്ന അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് ബെഡ്റൂം ഒന്നും അല്ലല്ലോ. പോയ കാര്യം കഴിയാ വരിക, പോയ കാര്യം കഴിയ ഇറങ്ങി വരിക. അല്ലാതെ അവിടെ തിരിക്കരുത്. നീ കേറിയ മൂളിപ്പാട്ടും പാടി അതിനകത്ത് കുളിക്കുമ്പോഴൊക്കെ ഗാനമേള അതിനകത്ത് പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമാ. അവന്റെ ഖുർആനാ പാട്ട്. കക്കൂസി കയറുമ്പോ പാട്ട് പാടുന്നില്ല, വേറൊന്നും പാടത്തില്ല. ഈ മൂളിപ്പാട്ടൊക്കെ. പൊന്നി അങ്ങാതി, വഴുതു പറയുന്നവന് പച്ചവെള്ളം, കേൾക്കാൻ വന്നവർക്ക് ചുക്ക് കാപ്പി. കൊള്ളാം. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാരെന്ന് പറഞ്ഞ പോലെ കുടി. ശരി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബാത്റൂമിനകത്ത് കയറിയിട്ട് അധിക സമയം ഇരിക്കരുത്. നിനക്ക് വസുവാസു പിടിപെടും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അത് അവസാനം കൂടിക്കഴിഞ്ഞാൽ നിനക്ക് നിസ്കരിക്കാൻ പറ്റൂല, നിനക്ക് ഖുർആൻ ഓതാൻ പറ്റില്ല, നിനക്കൊരു നന്മയും ചെയ്യാൻ പറ്റൂല. അവസാനം ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കുടിച്ചോടെ. ഞാൻ ചുമ്മാ പറഞ്ഞ, നീ കുടിച്ചോ. ചുമ്മാ പറഞ്ഞ. അള്ളാഹു നമുക്ക് ഹൗദുൽ കൗസർ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അവൻ ഹാഫിള ഉണ്ടോ? ചെറിയ മോന. എവിടാ? അൽഹംദുലില്ലാഹ്. എനിക്ക് അത്ഭുതം തോന്നി. 13 വയസ്സേ ഉള്ളൂ. എന്താ എന്റെ പേര്? സയ്യാൻ. അൽഹംദുലില്ലാഹ്. സയ്യാൻ അല്ലടാ, അൽ ഹാഫിള് സയ്യാനാട്ടാ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഹാഫിളായ പൊന്നുമോൻ. അൽഹംദുലില്ലാഹ്. അവൻ എന്നെ കാണാൻ വന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത്. എൻ്റെ ചങ്ങാതി ഉണ്ടായിരുന്നല്ലോടാ. അള്ളാഹു പൊന്നുമോന് നല്ല ഓർമ്മശക്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഓർമ്മശക്തി കൊടുക്കുമാറാകട്ടെ. ഇതിന്റെ സംഘാടകൻ എന്തേപ്പാ? ഇതിന്റെ സംഘാടകരുടെ പ്രസിഡന്റ്. നീ സെക്രട്ടറി പ്രസിഡന്റാ? ഇതിന്റെ സെക്രട്ടറി പ്രസിഡന്റാ? നീ ഖജാൻജിയല്ലേ? പാട്ട് പുസ്തകം എഴുതിയവർക്കൊക്കെ നീ അവാർഡ് കൊടുത്തു. പുസ്തകം എഴുതിയവർക്കൊക്കെ നിങ്ങൾ അവാർഡ് കൊടുത്തു. ഒരു ഹാഫിൾ ഉണ്ടായിട്ട് ആദരിച്ചോ? ആദരിച്ചിരുന്ന? അൽഹംദുലില്ലാഹ്. അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹ് പ്രതിഫലം നൽകുമാറാകട്ടെ. എടാ, ഇതൊക്കെ എഴുതാൻ ആരെക്കൊണ്ടും പറ്റും? 10ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ചില്ലേ? എല്ലാത്തിനും മുഴുവൻ A+ വേണം. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും A+. ഞാൻ നിസാരമായി കാണല്ല. ഈ 10ാം ക്ലാസ്സിൽ A+ മുഴുവനും വാങ്ങിച്ച ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടെങ്കിൽ ഞാനൊരു ആയത്ത് തരാം, നീ ഒന്ന് പഠിച്ചു തരാൻ പറ്റും? നിങ്ങൾ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ 10ാം ക്ലാസ്സിൽ മുഴുവനും A+ വാങ്ങിച്ച ബുദ്ധിയുണ്ടെന്ന് പറയുന്ന കുട്ടിയുടെ അടുക്കൽ ചെന്നിട്ട്, സൂറത്ത് നിസാ ആണെന്ന് തോന്നുന്നു, യുസീകുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, 2 ആയത്തുണ്ട്. ഒന്ന് 24 മണിക്കൂർ തരാം, ഇതൊന്ന് കാണാതെ പഠിച്ചു തരാനെന്ന് പറഞ്ഞു നോക്ക്. വേണ്ട. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ. ഒറ്റ ആയത്ത്, 1 പേജുണ്ട്. ഈ ഖുർആനിലെ ഒരു ആയത്ത് കൊടുത്തിട്ട് 24 മണിക്കൂർ തരാം, ഇതൊന്ന് കാണാതെ പഠിച്ചിട്ടൊന്ന് ഓതി തരാൻ പറ ഈ A+ പഠിച്ച് മേടിച്ച കുട്ടിയോട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അതാ ഖുർആൻ. അതെല്ലാവർക്കും ഒന്നും പഠിക്കാൻ പറ്റൂല, അതെല്ലാവർക്കും ഒന്നും പഠിക്കാൻ കഴിയില്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കഴിയൂ. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ.
ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാ, ഒളുവോടുകൂടി നടക്ക്. ഒളുവെടുക്കുമ്പോ സൂക്ഷ്മത പുലർത്ത്. കഴിവിന്റെ പരമാവധി ഒളുവോടുകൂടി നടക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒളുവെടുത്തിട്ട് വേണം നടക്കാറ്. നിസ്കരിക്കുന്ന സമയത്ത് ഒളുവെടുക്കടോ. കഴിവിന്റെ പരമാവധി നിങ്ങൾ ഒളുവെടുത്തിട്ട് നടക്ക്. വലിയ അശുദ്ധിക്കാരായ കുളി നീട്ടിക്കളയല്ലേ പെങ്ങള്. എന്റെ സഹോദരങ്ങള്, സഹോദരിമാര്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, പഠിക്ക്. പഠിച്ചവരെ, വലിയ അശുദ്ധിക്കാരായ രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ മടിയാണ്. അങ്ങനെ നിസ്കാരം കളയാക്കി. സ്കൂളിൽ വിടണം മക്കളെ, രാവിലെ ജോലി തുടങ്ങി. മക്കളെ സ്കൂളിലേക്ക് വിട്ടു, കാപ്പി ഉണ്ടാക്കി. ആ കുളി ഇങ്ങനെ നീണ്ടു പോകുകയാ. മലക്കുകള് ശപിക്കും പെങ്ങള്, മലക്കുകള് ശപിക്കും പെങ്ങള്. ഒന്നുമില്ലാതെ ശുദ്ധിയില്ലാതെ നടക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമല്ല, മലക്കുകൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് വലിയ ശുദ്ധിക്കാരായാൽ നിങ്ങൾ പെട്ടെന്ന് കുളിക്കണ്. ആ രാത്രിയിൽ തന്നെ കുളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കുളിക്ക്. പടച്ചവരെ, അതുകൊണ്ട് പറയുകയാ, എപ്പോഴും ഒളുവോടുകൂടി നടക്ക്. ഉറങ്ങുമ്പോഴും ഒളുവോടുകൂടി വേണം ഉറങ്ങാൻ. ചെറുപ്പക്കാരാ, ചെവിയിൽ പാട്ട് വെച്ചുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് ഉറങ്ങുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. നിങ്ങളെ അങ്ങനെ ഉറങ്ങല്ലേ മോളെ. സിനിമ കണ്ടുകൊണ്ടൊരിക്കലും ഉറങ്ങരുത്. പാട്ട് കേട്ടുകൊണ്ടൊരിക്കലും ഉറങ്ങരുത്. കാരണം അത് മരണമാ. ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്. അങ്ങനെ കിടന്നു മരിച്ചാൽ തെറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീ മരിക്കുന്നതെങ്കിൽ അതുപോലെയാ കബറിനകത്തും നാളെ പരലോകത്തും നീ മറന്നു പോകരുത്. അതുകൊണ്ട് ഉറങ്ങുമ്പോഴും ഒളുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഒരാള് കിടന്നുറങ്ങുമ്പോ ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങിയ അല്ലാഹുവേ, മൻ ബാത താഹിറുൻ ബാത ഫീ സിആരിഹി മലകുൻ ലാ യസ്തൈഖദു സഅതം മിൻ ലൈൽ. ഒരു മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിൽക്കുകയാ. വാപ്പാതി ഒളുവെടുത്തിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ, ഒളുവെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ, നിന്റെ തലയുടെ ഭാഗത്ത് ഒരു മലക്ക് നിന്നിട്ട് ദുആ ചെയ്യുകയാ. നീ കരുണ കാണിക്കണേ അല്ലാ, നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ നന്മയുടെ കൂലി കൊടുക്കണേ അല്ലാ. നീ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകളിൽ നിന്ന് ദുആ ചെയ്യുകയാ. നിന്റെ ഉറക്കവും ഇബാദത്താ, നിന്റെ ഉറക്കവും ഇബാദത്താ മോനെ. ആ കിടപ്പിൽ കിടന്നു മരിച്ചാലോ, ആ കിടപ്പിൽ കിടന്നു മരിച്ചാലോ മോനെ, ഒന്നുകൂടി വേണം മരിക്കാൻ, ഒന്നുകൂടി വേണം മരിക്കാൻ. ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ, നീ ഇത് പറഞ്ഞിട്ടാ കിടക്കുന്നത്. ഉറക്കം മരണമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോ നീ പറയുന്ന ദുആയുണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. മരിച്ചു കിടന്ന് എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള അവസരം തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഉറക്കം മരണമാണ്, ഉറക്കം മരണമാണ്. ഉറങ്ങാൻ കിടന്ന ബാപ്പ എഴുന്നേറ്റില്ലല്ലോ, ഉമ്മ എഴുന്നേറ്റില്ലല്ലോ, ഭർത്താവ് എഴുന്നേറ്റില്ലല്ലോ. അതുകൊണ്ട് ഉറക്കം മരണമാണ്. ഒളുവോടുകൂടി വേണം കിടക്കാൻ. മരിച്ചാലും ഒളുവോടുകൂടി വേണം മരിക്കാൻ. ഒളുവോടുകൂടി മരിച്ചാ ആര് വരുമെന്നറിയുമോ? ആര് വരുമെന്നറിയുമോ ബാപ്പാ? ഒരാള് മരിക്കുന്നത് ഒളുവോടുകൂടിയാണെങ്കിൽ അവനെ കാണാ VIP വരികയാണ്. അസ്റായിൽ മാത്രമല്ല, ഖാബിദുൽ അർവാഹ് അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളുമല്ല. ഒളുവോടുകൂടിയാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ ആര് വരുമെന്നറിയുമോ? ഒളുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹീമായിട്ട് ഇറങ്ങി വന്ന മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ റൂഹ് പിടിക്കുമ്പോ കടന്നു വരികയാ. അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും നിന്റെ റൂഹ് പിടിക്കുമ്പോ പടച്ചവരെ
അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ സാന്നിധ്യം അവിടെ വരികയാണ്. നബി തങ്ങളുടെ റൂഹ് പിടിക്കാൻ അസ്റായിൽ വന്നപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീൽ എവിടെ? അസ്റായിലേ, ജിബ്രീൽ എവിടെ? ജിബ്രീലിനെ കാണണം അസ്റായിൽ, വിളിച്ചു കൊണ്ടുവരാ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു എന്ന ചരിത്രം പറയുമ്പോ ഒതുവോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ വരും ചെറുപ്പക്കാരാ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുകളുടെ നേതാവായ വിവിഐപിയായ മലക്കുണ്ടല്ലോ, നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നിന്റെ ചാരത്ത് കടന്നു വരികയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മോനെ ഒതുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. മുറിയട്ടെ മുറിയാതിരിക്കട്ടെ അതൊന്നും ഒരു വിഷയമല്ലടോ. ഒതുവെടുത്തിട്ട് വേണം കിടക്കാൻ, ഒന്നുവെടുത്തിട്ട് വേണം കിടക്കാൻ, ദിക്റുകൾ പറഞ്ഞുകൊണ്ട് വേണം കിടക്കാ. കാരണം ഉറക്കം മരണമാണ്. നിന്റെ അവസാനത്തെ വാക്കാണ് പരിഗണിക്കുന്നത്, അവസാനം ചെയ്തതാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് ഫോൺ നെഞ്ചത്ത് വെച്ച് കിടന്നുറങ്ങുമ്പോ ഉമ്മ ചെന്നിട്ടാണ് മൊബൈൽ എടുത്തു മാറ്റുന്നത്, വാപ്പ ചെന്നിട്ടാണ് എടുത്തു മാറ്റുന്നത്. ആ ദുസ്വഭാവം മാറ്റണം ചെറുപ്പക്കാരാ. മോനെ, ഒന്നുവോടുകൂടി വേണം മരിക്കാൻ. അതുകൊണ്ട് സദസ്സിൽ കടന്നു വന്നവരോട് പറയുകയാണ്, ഇനി മുതൽ ഉതുവെടുക്കുന്ന സമയം സമാധാനത്തോടെ ക്ഷമയോടുകൂടി ഉതുവെടുക്ക്. കൈകാലുകൾ നല്ലതുപോലെ കഴുകു, ഉദുവിന്റെ അവയവങ്ങൾ കയറ്റിക്കെടുകു. കാരണം ഒരിക്കലും നിനക്കത് നഷ്ടമല്ല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പട്ടികടകൂലത്തില് പന്നികടകൂലത്തില് കഴുതയുടെ രൂപത്തില് പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഹുദമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ പ്രകാശിക്കുന്ന മുഖവുമായി കടന്നു വരികയാണ്. പടച്ചവനെ, ഉളൂവിന്റെ അവയവങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഉമ്മത്തിനെ തിരിച്ചറിയുന്നതെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ, സഹോദരാ, ശുദ്ധിയായി നടക്കൂ, ഒന്നുവോടുകൂടി നടക്കൂ, ശുദ്ധിയായി നടക്കൂ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, ഒന്നുവോടുകൂടി മരിക്കാ ഭാഗ്യമ തരണേ അല്ലാ, ഭാഗ്യമ തരണേ അല്ലാ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൺകുളിർമയോട് കണ്ടിട്ടു അവിടത്തെ സാക്ഷിയാക്കി പടച്ചവനെ ലോകത്തോട് യാത്ര പറയുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അപ്പൊ രണ്ടാമത്തെ നന്മ ഒന്നുവെടുക്കണം. ഒന്നുവെടുത്ത് സൂക്ഷ്മതയോടുകൂടി ഒന്നുവെടുത്ത് ശുദ്ധിയായിട്ട് നടക്കുന്നവരെ അള്ളാഹുവിനും ഇഷ്ടമാ, അള്ളാഹുവിന്റെ മലക്കുകൾക്കും ഇഷ്ടമാ. അതോടുകൂടി മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സമയം 11 മണി ആയില്ലേ? അൽഹംദുലില്ലാ. ടൈം ടു ടൈം. ഞാൻ പറഞ്ഞ സമയമെത്തി. കറക്റ്റ് 11 മണി. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വഴുത് തുടങ്ങിയപ്പോൾ എന്തു പറഞ്ഞു? 11 മണിക്ക് ചവിട്ടുന്നു. ഇൻഷാ അല്ലാഹ്. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ലെങ്കിൽ ഉടുതുണി പോലും ഇല്ലാതെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടും. ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടത് നിസ്കരിക്കാത്തതിന്റെ പേരിലായിരുന്നില്ല. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. വാക്ക് പാലിച്ചില്ല, ഉടുതുണി പോലും അള്ളാഹു കൊടുത്തില്ല. എനിക്ക് സ്വർഗത്തിൽ പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് വേണം ഇനി? നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്ത് പിരിയാം. എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. എനിക്ക് നാളെ എത്ര മണിയായാലും എനിക്ക് തിരക്കൊന്നുമില്ല. എനിക്ക് നാളെ അല്ലേ പരിപാടിയുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് വേണം? ബാക്കി കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കുക. പൈസ ചോദിക്കുമ്പോഴെല്ലാം ഇവിടെ തന്നെയൊക്കെ കാണണം. ഞാൻ പിരിവ് ചോദിക്കുമല്ലോ, ആ പിരിവ് ചോദിക്കുന്ന സമയത്തും ഇതേ ആത്മാർത്ഥത കാണിക്കണം. ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞില്ലേ ഇപ്പൊ ചായ കുടിയും ബക്കറ്റ് പിരിവും എല്ലാം കഴിഞ്ഞില്ലേ? ഇൻഷാ അല്ലാഹ്. ഇനിയെങ്കിലും ഇരുന്നെല്ലാം കേട്ടോ. അടുത്ത മൂന്നാമത്തത് അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ വിഭാഗമാരാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ഞാൻ സ്വർഗത്തിൽ ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഉയരമുള്ള സ്ഥലത്തൊരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിനകത്തിരുന്നിട്ട് ആരോ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. നബി തങ്ങൾ പറയുന്നത്, ഞാൻ ഇന്നലെ സ്വർഗം കണ്ടു. ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിലെ മനോഹരമായ ഒരു കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ഒരാളിങ്ങനെ ഇബാദത്ത് ചെയ്യുന്നു, ഖുർആൻ ഓതുന്നുണ്ട്. മനോഹരമായ ശബ്ദം. നബി തങ്ങൾ പറഞ്ഞു, ആ ശബ്ദം നല്ല പരിചയമുണ്ട്, പക്ഷെ ആളെ തിരിയുന്നില്ല. ആ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ശബ്ദം നല്ല പരിചയം, പക്ഷെ ആളെ തിരിയുന്നില്ല. നബി തങ്ങൾ ഇങ്ങനെ ആരാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മലക്കുകൾ പറഞ്ഞു കൊടുത്തു, നബിയെ, അതാരാണെന്നറിയുമോ? ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, നബി തങ്ങളുടെ സഹാബിയ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എൻ്റെ ഹാരിസാനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ ഹാരിസയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അള്ളാഹുവിന്റെ പ്രവാചകൻ പെടുന്ന മലക്കുകളോട് ചോദിക്കുന്നു, എന്റെ ഹാരിസയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ആരോട് ചോദിച്ചാലും ഹാരിസയുടെ പേര് പറയും നബിയെ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബി അറിയാത്ത മലക്കുകളില്ല. എല്ലാവർക്കും ഹാരിസയെ അറിയാം. ആരാണ് ഹാരിസ? നബി തങ്ങൾ ചോദിക്കുമ്പോ മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഹാരിസയുടെ പ്രത്യേകത എന്തെന്നറിയുവോ? അല്ലാഹു തആല ഹാരിസയ്ക്ക് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗത്തിലെ കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിയിരുന്നത് മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഈ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിയുടെ പ്രത്യേകത, ആ സ്വഹാബിക്ക് നാളെ അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നേരിട്ട് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുന്ന സഹാബിയാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഇത് പറയുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എന്ത് നന്മ ചെയ്തിട്ടാ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, കദാക്കൽ ബിർറു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത മകനായതുകൊണ്ടാണ് ഈ മലക്കുകൾ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, എനിക്ക് എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും വല്ലാത്ത ഇഷ്ടമാ, അപ്പൊ എനിക്കും കിട്ടുമോ നാളെ സ്വർഗത്തിലെ ഭക്ഷണം? എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമുണ്ട്, അപ്പൊ നാളെ അല്ലാഹ് എനിക്കും തരുമോ സ്വർഗത്തിലെ ഭക്ഷണം? നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കണമെങ്കിൽ ആ സഹാബിക്ക് ഉണ്ടായിരുന്ന 3 ഗുണങ്ങളുണ്ട്. മാതാപിതാക്കളെ സ്നേഹിച്ചാൽ മലക്കുകൾ സ്നേഹിക്കും. സ്വർഗത്തിൽ അള്ളാഹു കഴിക്കാൻ തരുന്ന ആദ്യത്തെ ഭക്ഷണം ഏതാണെന്നറിയോ? ഏതാടോ? സ്വർഗത്തിൽ അള്ളാഹു ആദ്യം കഴിക്കാൻ തരുന്ന ഭക്ഷണം മീനിന്റെ കരളാണെന്നാ പറയുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് തിന്നിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് അള്ളാഹു വാങ്ങിച്ച് കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്ക് 3 നല്ല സ്വഭാവമുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ 3 സ്വഭാവം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കൂലേ? എനിക്കാണെങ്കിൽ സുഖമില്ലടോ. ഞാനും മഞ്ഞപ്പിത്തം പിടിച്ചിരിക്കുക. എനിക്ക് മഞ്ഞപ്പിത്തം, ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. എൻ്റെ റെസ്റ്റ് ഇതാ. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഞാൻ ഇരുന്ന് പ്രസംഗിച്ചോട്ടെ. സ്റ്റേജിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒരു ഫാത്തിഹ ഓദിക്കുക. ഇലാ ഹദറത്ത് റൂഹി നബിയിനാ വ ഹബീബുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.
ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. സ്റ്റേജിൽ നിങ്ങളൊക്കെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ഇനിയൊരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഇരുന്നാൽ ഇനി സലാത്ത് പറഞ്ഞിട്ടേ പിരിയാൻ പാടുള്ളൂ. ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴേ പിരിയാൻ പാടുള്ളൂ? 3 സ്വലാത്ത് പറഞ്ഞിട്ടേ പിരിയാൻ പാടുള്ളൂ. അത്യാവശ്യമുള്ളവര് ആരും തിരിഞ്ഞു നോക്കരുത്, പൊക്കോളി. അത്യാവശ്യമുള്ളവർ ഇറങ്ങി പോവുക. അല്ലാത്തവർ ഇരുന്ന അവസാനം വരെ ഇരിക്കണം. നല്ലവർ മാത്രമേ ആമീൻ പറയാനിരിക്കാവൂ. അതാ എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കസേര മുന്നോട്ട് കയറ്റി. ഞാൻ ഇരുന്നില്ലേ, നിങ്ങൾ എല്ലാവരും ഒന്ന് അടുത്തിരുന്നേ. പോകേണ്ടവർ പൊക്കോട്ടെ, നമ്മൾ വിഷയാക്കണ്ട. തിരിഞ്ഞു നോക്കല്ലേ കാക്കാമാരെ. ഈ സെൻട്രലിലെ വഴിയൊക്കെ അടച്ച് എല്ലാവരും ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിക്കുക. അതാ ആ തെങ്ങിൻ്റെ വീട്ടിലേക്ക് ഇഷ്ടം പോലെ ആൾ കയറിക്കുക. ഒന്ന് കയറിക്കുക. നിങ്ങളൊക്കെ ഒന്ന് കാണാനുള്ള കൊതിവുണ്ടോ? കയറിക്കോ. കസേര എടുത്ത് ഫ്രണ്ടിലോട്ട് കയറ്. ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വാ ഹബീബെ. പോകേണ്ടവരൊക്കെ പൊക്കോളി. ഇൻഷാ അല്ലാഹ് ഇരിക്കെ. ഫ്രണ്ടിലോട്ട് കയറ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ മുന്നോട്ട് കയറിയിരിക്കുന്നവരെ അല്ലാഹുവേ അവരുടെയൊക്കെ സ്വർഗപ്രവേശനം നീ നേരത്തെ ആക്കണേ തമ്പുരാനെ. എല്ലാവരും ഒന്ന് കയറിക്ക, ഫ്രണ്ടിലോട്ട് കയറിക്ക. പോകേണ്ടവരൊക്കെ പൊക്കോ. അൽഹംദുലില്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി റോഡിൽ നിൽക്കണ ചങ്ങാതി പുറകെ കസേര ഉണ്ട്, അവിടെ കയറി ഇരിക്ക്. വെറുതെ നിന്ന് കാലിന് അസുഖം ഉണ്ടാക്കണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇരിക്കുന്നില്ല. ഇവരിങ്ങനെ എല്ലാവരും നീറ്റ്, നിങ്ങളാരും ഇരിക്കണില്ല. സംഘാടകരൊക്കെ സ്റ്റേജിൽ കയറി ഇരുന്നേപ്പോ ഇങ്ങോട്ട് കയറി ഇരുന്ന് അത്ര സന്തോഷം. കയറിയിരി, നീ ഖജാൻജിയാന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറിയിരി. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ. വാപ്പായോ ഉമ്മായോ ആരെങ്കിലും മരിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മാതാപിതാക്കൾ ആരെങ്കിലും മരിച്ചിട്ടുള്ളവര് അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിക്കുള്ളവരെ കൈപൊക്കിക്കേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ, വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഈ കൈപൊക്കിയവരെല്ലാരും കേട്ടോ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബി, ആ സഹാബിക്കുണ്ടായിരുന്ന 3 ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണം, നാളെ സ്വർഗത്തിലെ ഭക്ഷണം അല്ലാഹു കൊടുക്കാനുള്ള കാരണം നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിരുന്ന പ്രത്യേകത എന്തെന്നറിയുമോ? ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന സഹാബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? തന്റെ സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബി സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വാപ്പായിക്കോ ഉമ്മായിക്കോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഉരുള ഭക്ഷണം വാരിക്കൊടുത്തിട്ടുള്ള മക്കളൊന്ന് കൈവക്കിക്കേ. അല്ലാഹു അഅലം. പടച്ചോൻ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൈവക്കി. നിന്റെ ഉമ്മാടെ വായില്, നിന്റെ വാപ്പയുടെ വായില് ഇത്ര കാലത്തിന്റെ ഇടയിൽ ഒരു വട്ടം പോലും നീ വാരിക്കൊടുത്തില്ലല്ലോ വാപ്പ. നിന്നെക്കാലം നഷ്ടവാളി ആരാവുള്ള? നീ ചിന്തിക്കും. വാപ്പായ്ക്കും ഉമ്മായ്ക്കും ഒരു നേരമല്ല, ഒരു വട്ടം ഒരു ഉരുള ഭക്ഷണം നിന്റെ ഉമ്മാടെ വായിൽ, നിന്റെ വാപ്പയുടെ വായിൽ വാരി കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നീ ആരാന്ന് നീ ചിന്തിക്കുക. അതെങ്ങനെ വാരി കൊടുക്കാനായില്ലേ? അതെങ്ങനെ വാരി കൊടുക്കാനാ? സമയമില്ലല്ലോ നമുക്ക്. പെണ്ണുമ്പിള്ളയുടെ വായിൽ വെച്ചു കൊടുക്കാൻ നിനക്ക് സമയമുണ്ട്, ചങ്ങാതിമാരുടെ വായിൽ വെച്ചു കൊടുക്കാൻ സമയമുണ്ട്. ഈ പ്രായം ചെന്ന ഇവരുടെ വായി വെച്ചു കൊടുത്തിട്ട് നിനക്കെന്ത് കിട്ടാനാ? കാരണം സുബ്ഹാനല്ലാഹ്, നീ വളർന്നു പോയില്ലേ? നമ്മൾ വളർന്നു പോയല്ലോ വല്ലാതെ. ഇന്ന് ഉമ്മയെയും ഉപ്പയെയും നമ്മളിൽ പലരും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ തന്റെ ഉമ്മാടെ വായിലേക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കുന്ന മകനായിരുന്നു. ഉമ്മാ
എത്ര പ്രാവശ്യം വാങ്ങിച്ചു തിന്നിട്ടുണ്ടാകും സഹോദരാ. ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്തവൻ, വാപ്പയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്ത ആരുമില്ലല്ലോ. എല്ലാവരും വാങ്ങിച്ച് കഴിച്ചവരാണ്. പക്ഷേ 40 കൊല്ലത്തിന്റെ ഇടയിൽ നിനക്കൊരിക്കൽ പോലും നിന്റെ ഉപ്പ ആരാ ഉപ്പയെന്നറിയോ? ആരാ ഉപ്പയെന്നറിയോ? ആരാ ഉമ്മയെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ മാതാപിതാക്കളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? നിന്റെ വാപ്പയോടാണ്. ആദ്യത്തെ 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഉമ്മ ഉമ്മ ഉമ്മ. കാരണം എന്തെന്നറിയുവോ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. 9.5 മാസക്കാലം ചുമന്നുകൊണ്ട് നടന്നത് നമ്മുടെ ഉമ്മയാടോ? അല്ലാഹുവേ, എല്ലാവരും കല്യാണങ്ങൾക്ക് പോകും, ആഘോഷങ്ങൾക്ക് പോകും. ഉമ്മ പോകാറില്ല. ഉമ്മ ഒന്നിനും പോകാറില്ല. കാരണം ഉമ്മയ്ക്ക് പോകാൻ കഴിയില്ല. വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഉമ്മയ്ക്ക് നല്ലതുപോലെ ഒന്ന് കിടന്നുറങ്ങാൻ കഴിയില്ല. കാരണം നമ്മുടെ ഉമ്മയാണ് 9.5 മാസക്കാലം 10 മാസം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നത് ഉമ്മയാണ്. ഉമ്മയ്ക്ക് പരാതിയില്ല. സ്വന്തം മക്കളെ കുറച്ചു നേരം കയ്യിലെടുത്ത് വെച്ചാ നമ്മുടെ കയ്യങ്ങ് വേദനിക്കുകയാണ്. ഉമ്മ എങ്ങനെ സങ്കടം പറഞ്ഞില്ല? 10 മാസം ഉമ്മ ചുമന്നു. റബ്ബേ, ഉമ്മ പട്ടിണിയാണെങ്കിലും നമ്മളെ പട്ടിണി കിട്ടത്തില്ല. ഉമ്മ പരാതിയില്ല. പടച്ചവനെ, പ്രസവം കഴിഞ്ഞ് 7 ആകുന്നതിന് മുമ്പ് 3 ആകുന്നതിന് മുമ്പ് ഉമ്മ തന്നെയാ വീടെടുത്തിട്ട് ചോറ് വെച്ചത്, കറി വെച്ചത്, മിറ്റം തൂത്തത്, വീട് വൃത്തിയാക്കിയത് ഉമ്മയാണ്. ആ പാപത്തിന് റെസ്റ്റുമില്ലടോ. ആ പാപത്തിന് റെസ്റ്റില്ല. അത് തന്നെയാ സർവ്വ ജോലിയും ചെയ്യുന്നത്. തിന്നാനില്ലെങ്കിലും മോനെ നീയൊന്ന് കരഞ്ഞാ ഉമ്മ വന്നിട്ട് പാല് തരുമായിരുന്നു, കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. എന്തൊരു സ്നേഹമായിരുന്നു ഉമ്മയ്ക്ക്. റബ്ബേ, അല്ലാഹുവേ, ഗർഭം ചുമന്നത് ഉമ്മയാണ്. മരണവേദനയുടെ വേദനയാടോ? എത്ര വേദന സഹിച്ച് നമ്മുടെ ഉമ്മ പ്രസവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഉമ്മയുടെ കാൽച്ചുവട്ടിൽ ആ സ്വർഗം, ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഒരുത്തനും രക്ഷപ്പെടില്ലടോ. ഏതു കൊലകൊമ്പനാണെങ്കിലും ഉമ്മയുടെ പൊരുത്തമില്ലാതെ രക്ഷപ്പെടില്ല. ഉമ്മയുടെ പൊരുത്തമാണ് വേണ്ടത്. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയെ മറന്നു പോകുന്ന ഒരുപാട് മക്കളുണ്ട്. എല്ലാവർക്കും ഉമ്മമാരെ മതി. എല്ലാവർക്കും ഉമ്മമാരെ മതി. വാപ്പാനെ നമ്മളിൽ പലർക്കും ഇഷ്ടമല്ലടോ. കാരണം വാപ്പ വഴക്കു പറയും, വാപ്പ നമ്മളെ തല്ലാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. എല്ലാവർക്കും ഉമ്മമാരെ മതി. എല്ലാവർക്കും ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണ്. പക്ഷേ നമ്മളിൽ അധികം പേരും വാപ്പയെ സ്നേഹിക്കാറില്ല. ഇന്നും നമുക്ക് വെറുപ്പാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയാരാണെന്നറിയോ? വാപ്പയാരാണെന്നറിയോ? ചിലപ്പോ ഉപ്പ ദേഷ്യം വരുമ്പോ നമ്മളെ തല്ലും. ഉപ്പ ചിലപ്പോ ദേഷ്യം വരുമ്പോ നമ്മളെ വഴക്കു പറയും. ദേഷ്യപ്പെട്ട് ഉപ്പ റൂമിനകത്ത് പോയി കിടക്കും. ഉമ്മ റൂമിനകത്ത് ചെല്ലുമ്പോ വാപ്പ ഉറങ്ങാതെ കിടക്കുകയാണ്. വാപ്പ ഉമ്മയോട് ചോദിക്കും, അവൻ വല്ലതും കഴിച്ചോ? എന്റെ മോൻ വല്ലതും കഴിച്ചോ? ഞാൻ അവനെ തല്ലിയില്ലേ? പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഞാൻ എൻ്റെ മോനെ തല്ലിപ്പോയി. നീ ഒന്ന് പോയി സമാധാനിപ്പിക്കും. ഉമ്മാനോട് പറയും, നീ ഒന്ന് പോയി സമാധാനിപ്പിക്കും. എൻ്റെ മോന്റെ കാലൊന്ന് തടകിക്കൊടുക്ക്, അവന് കഴിക്കാൻ ഭക്ഷണം കൊടുക്ക്. വാപ്പയാ ഉമ്മാനെ പറഞ്ഞു വിട്ടത്. വാപ്പയാണ് ഉമ്മയെ പറഞ്ഞു വിട്ടത്. ഉപ്പാനെ വെറുക്കുന്ന മക്കളെ, ഉമ്മാടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നതെങ്കിലും ആ സ്വർഗത്തിന്റെ വാതില് വാപ്പയാ. എല്ലാ മക്കളും കേട്ടോ,
ഉമ്മാനെ വല്ലാതെ സ്നേഹിക്കുന്ന മക്കളോട് വാപ്പയാ മോനെ വാതില്, വാപ്പ സ്വർഗത്തിന്റെ മധ്യവാതിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അതുപോലെ ഒരു വാപ്പയും ഉമ്മയും നിനക്കുണ്ടായിട്ട് നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ കൊടുക്കാൻ പറ്റിയില്ലല്ലോ. നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കും, നിന്റെ മക്കളുടെ വായിൽ വെച്ചു കൊടുക്കും, നിന്റെ കൂട്ടുകാരുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചിട്ട് നിന്റെ കൂട്ടുകാരുടെ വായിലേക്ക് വെച്ചു കൊടുക്കും. പക്ഷേ ജന്മം നൽകിയ പിതാവിനെ മറന്നുപോയല്ലോ, ജന്മം നൽകിയ പിതാവിനെ മറന്നുപോയല്ലോ. നിനക്ക് വേണ്ടി സ്നേഹിച്ച നിന്റെ ഉമ്മാനെ നീ മറന്നുപോയല്ലോ. എന്തേ സഹോദരാ, എന്തേ സഹോദരാ, പടച്ച റബ്ബേ, മാതാപിതാക്കളെ കുറിച്ച് പഠിക്കണം സഹോദരാ. ഉമ്മയാരാണെന്നറിയുവോ? നമ്മുടെ കൂടെ അവര് മാത്രമേ ഉള്ളൂ. നമുക്ക് ദുആ ചെയ്യാ, നമുക്കെന്തു പ്രയാസം വന്നാലും അവരെ നമ്മുടെ കൂടെയുള്ളൂ. എടോ, ലോകത്ത് ആര് വഴക്കു പറഞ്ഞാലും നമുക്കിഷ്ടമല്ല, ആര് ദേഷ്യപ്പെട്ടാലും നമുക്ക് സഹിക്കൂല. അത് കൂടപ്പറപ്പാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, കൂട്ടുകാരാകട്ടെ. പക്ഷേ രാത്രി 11 മണിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ വീട് തുറന്നു, വാതില് തുറന്നിട്ട് ഉമ്മ പറയും സമയത്തുറങ്ങൂല, ഭക്ഷണം കഴിക്കൂല. എടപ്പോയടാ എന്ന് പറഞ്ഞു ഉമ്മ നമ്മളെ വഴക്ക് പറയും. അത് കേൾക്കാനൊരു സുഖമാണോ? ഉമ്മ വഴക്ക് പറയുമ്പോഴും കേൾക്കാനൊരു സുഖമാണ്. ഉമ്മാടെ വഴക്കിന് പോലും വല്ലാത്ത ഒരു സമാധാനമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മറന്നുപോയല്ലോ. എന്റെ സഹോദരനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ഒരു കച്ചവടം തുടങ്ങി, നീ കച്ചവടം തുടങ്ങിയിട്ട് ഉമ്മാനോട് പറഞ്ഞില്ല, വാപ്പയോട് പറഞ്ഞില്ല, ആരും അറിയാതെ നീയും നിന്റെ ഭാര്യയും രഹസ്യമാക്കി ഒരു കച്ചവടം തുടങ്ങി. അവസാനം നഷ്ടത്തിലായി, കച്ചവടം നഷ്ടത്തിലായി. രാത്രി നീ കിടപ്പറയിൽ ഉറങ്ങാതെ ഇരിക്കുമ്പോ ഭാര്യ ചോദിക്കും, എന്തേ ഈ ഉറങ്ങാത്തത്? എടീ, കച്ചവടമൊക്കെ തകർന്നു പോയി, ലക്ഷങ്ങളുടെ നഷ്ടം വന്നു. ഭാര്യ പറയുന്ന വാക്കെന്തെന്നറിയോ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ലല്ലോ. നമ്മൾ സങ്കടപ്പെട്ട് റൂമിനകത്തിരിക്കുമ്പോ ഭാര്യ പറയുന്ന, ചില പെണ്ണുങ്ങൾ പറയുന്ന വാക്ക്, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. അവസാനം അതിനകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ രാത്രി സിറ്റ് ഔട്ടിൽ വന്നിട്ട് കസേരയിൽ ഇരുട്ടത്ത് ഫാനിട്ട് കൊണ്ട് കിടക്കുമ്പോ ഉമ്മ വന്നിട്ട് ചോദിക്കുന്നു, എന്തേ മോനെ ഉറങ്ങിയില്ലേ? എന്തു പറ്റിയടാ മോനെ? ഉമ്മാ, സമ്പത്തൊക്കെ നഷ്ടമായി, കച്ചവടമൊക്കെ നഷ്ടമായി. ഉമ്മ തലയിൽ കൈവച്ചിട്ട് പറയും, പോട്ടെ മോനെ, അല്ല തരുമടാ. അതൊരു സമാധാനമാണ്, അതൊരു സമാധാനമാണ്. പക്ഷേ നിനക്കല്ല മാതാപിതാക്കളെ തന്നിട്ട് നിന്റെ ഉമ്മാടെ വായിലൊന്ന് ഭക്ഷണം വെച്ചു കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. നിനക്കതിന് ഭാഗ്യമില്ലാതെ പോയല്ലോ. എത്ര വലിയ പ്രതിഫലമാ സഹോദരാ. ആ പ്രായം ചെന്ന ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കൊടുത്തിട്ട് എന്ത് കിട്ടാനാണ്? എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ, മാതാപിതാക്കളെ കുറിച്ച് പഠിക്ക് സഹോദരാ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി തന്റെ ഉമ്മായിക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്ന മകനായിരുന്നു. തന്റെ ഉമ്മാടെ വായിൽ ഭക്ഷണം വാരി വെക്കുന്ന മകനായിരുന്നു. രണ്ട്, ഹാരിസത്ത് ബിൻ നുഅ്മാൻ ഉമ്മാടെ മുമ്പിൽ ശബ്ദമുയർത്തൂല. ഒരിക്കൽ പോലും തന്റെ ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ട് സംസാരിക്കാത്ത സഹാബിയാ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്ന് നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ഇന്ന് ഉമ്മാടെ മുമ്പിൽ പടച്ചവരെ, ഉമ്മാനെ തല്ലാൻ കൈവെക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കൾ, ഉമ്മയോട് കയർത്ത് സംസാരിക്കുന്ന മക്കൾ. ഉമ്മയ്ക്ക് പേടിയാടോ, വാപ്പയ്ക്ക് പേടിയാടോ മക്കളുടെ മുമ്പിൽ സംസാരിക്കാൻ? ഉമ്മാനെ ഭരിക്കുന്ന മക്കൾ. നിബിതങ്ങള് പറഞ്ഞു, സ്വഹാബാ, മക്കള് മാതാപിതാക്കളെ ഭരിക്കുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇന്നുമ്മമാരെ നോക്കാ സമയമില്ല, ഇന്നുമ്മമാരെ നോക്കാ സമയമില്ല. ഉമ്മമാരുടെ അവസ്ഥ എന്തെന്നറിയോ? ഇന്ന് വാപ്പയുടെ അവസ്ഥ എന്തെന്നറിയുമോ? പടച്ചവനെ, ഇന്ന് വാപ്പമാരുടെയും ഉമ്മമാരുടെയും ജോലി എന്തെന്നറിയുമോ? ഇന്ന് വാപ്പാടെ ജോലി എന്താ? എടാ, ഒരുത്തൻ പെണ്ണ് കെട്ടി, ഇവൻ പെണ്ണ് കെട്ടി
ഉമ്മ ഗൾഫിലാണ്, ഉമ്മ ദുആ ചെയ്തിട്ടാ ഗൾഫിൽ പോയെ. ഇവൻ ഗൾഫിൽ പോയ കഥയൊന്നും പറയണ്ട. ഉമ്മ വഅദിന്റെ സദസ്സിൽ പോയി കിട്ടുന്ന കാശ് കൊടുത്തിട്ട് ദുആ ചെയ്ത് മകനൊരു ജോലിയായി, നല്ല നിലയിലായി, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടി. ഉമ്മ ചോദിച്ചു, മോനെ എന്നെ കൂടെ കൊണ്ടുപോകൂടാ? ഇല്ലുമ്മ, റൂമില്ലുമ്മ, വിസയില്ലുമ്മ, പൈസ ഇല്ലുമ്മ. പക്ഷെ കല്യാണം കഴിഞ്ഞ് 3 മാസം ആകുന്നതിന് മുമ്പേ ഭാര്യയെ കൊണ്ടുപോയി. 3 മാസം ആകുന്നതിന് മുമ്പേ ഭാര്യയെ കൊണ്ടുപോയവൻ കുറച്ചു നാള് കഴിഞ്ഞപ്പോൾ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ വിസ എടുത്തിട്ടുണ്ട്, പാസ്പോർട്ടൊക്കെ റെഡിയാക്കണം ഗൾഫിൽ പോകാൻ. ഉമ്മ പാസ്പോർട്ടൊക്കെ എടുത്തു. കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, ഞാൻ പോവാ, എൻ്റെ മോൻ ഗൾഫിൽ കൊണ്ടുപോവാ, എൻ്റെ മകൻ എന്നെ മറന്നില്ലല്ലോ. ഉമ്മയ്ക്ക് വലിയ സന്തോഷം. ഉമ്മക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കയറി ദുബൈയിലോ ഒമാനിലോ ഷാർജയിലോ അബുദാബിയിലോ എവിടെങ്കിലും എയർപോർട്ടിൽ പോയി ഇറങ്ങി. പടച്ചവനെ, മക്കള് വന്നു, കാറ് വന്നു, വിളിച്ചു വീട്ടിൽ കൊണ്ടുപോയപ്പോഴാ ഉമ്മയ്ക്ക് കാര്യം മനസ്സിലായത്. ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുപോയതല്ല, ഭാര്യ പ്രസവിക്കാറായി പേറ്റെടുക്കാൻ കൊണ്ടുപോയതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അവിടെ ചെന്നപ്പോഴാ മനസ്സിലായത്, ഉമ്മാനെ കൊണ്ടുപോയത് പെണ്ണുമ്പിള്ള പ്രസവിക്കാറായി. ഇവളാവുമ്പോ തിന്നാൻ വല്ലതും കൊടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ 50,000 1 ലക്ഷം ഒക്കെ കൊടുക്കണമല്ലോ. ഇതിന് തിന്നാൻ കൊടുത്തില്ലേ? ഉമ്മാടെ ജോലി ഇന്ന് മക്കളെ നോക്കല, ഇന്ന് പ്രസവിച്ച് കിടക്കുന്ന ഭാര്യ നോക്കല ഉമ്മയുടെ ജോലി. വാപ്പ പിന്നെ വലിയ പോസ്റ്റിലാ. ഇവൻ കൊട്ടാരം പോലെ ഒരു വീട് പണിതിട്ടിട്ടുണ്ട്. ഇവൻ വിളിച്ചു പറയും, വാപ്പ വൈകിട്ട് പോയിട്ട് അവിടെ കാവല് കിടക്കണേ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ.